ഈ അടുത്ത സെഗ്മെന്റ് പറയുമ്പോൾ വിജയകുമാർ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ചെറുപ്പത്തിൽ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രചാരണ വാഹനത്തിൽ കയറി പോകാറുണ്ട്. അപ്പൊ അന്ന് ഈ അനൗൺസ്മെന്റ് ഉണ്ടാവല്ലോ, അപ്പൊ നമുക്കും തരും കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. അപ്പൊ ഇത് തുടങ്ങുന്നത് നമ്മുടെ അടുത്ത സെഗ്മെന്റിലാണ്. മാന്യമഹാജനങ്ങളെ, എറണാകുളം മണ്ഡലത്തിൽ ഹൈബി ഈഡന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് സ്ഥാനാർത്ഥിക്കൊപ്പമെത്തി പ്രചാരണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ട് പ്രചാരണത്തിനിറങ്ങുന്നത്. എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഹൈബി ഈഡന് വേണ്ടി നേരിട്ട് പ്രചരണത്തിനിറങ്ങിയത്. സ്വന്തം മണ്ഡലമായ പറവൂരിലാണ് ഹൈബി ഈഡന് പ്രചാരണവുമായി വി ഡി സതീശൻ എത്തിയത്. കേരളത്തിൽ ഏറ്റവും തിളക്കമേറിയ വിജയം UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് എറണാകുളം. കടുത്ത മത്സരം പോലും ഉണ്ടാവില്ലെന്ന അടിവരയിട്ട് പറയുന്നു വി ഡി സതീശൻ. ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും അങ്ങനെ വരാറില്ലല്ലോ. ഞാൻ മത്സരത്തെ ഒന്നും നമ്മൾ ചെറുതായി കാണുകയോ അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ ചെറുതായി കാണുകയൊന്നുമില്ല. പക്ഷേ എറണാകുളത്ത് ഹൈബി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. രണ്ടാമത് മികച്ച സംഘടനാ സംവിധാനമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്നു വി ഡി സതീശൻ. ഇക്കുറി പ്രതിപക്ഷ നേതാവായി മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ വലിയ പ്രതീക്ഷയെന്ന ഹൈബി ഈഡൻ. അദ്ദേഹത്തിന്റെ മണ്ഡലം, അദ്ദേഹം എൻ്റെ തെരഞ്ഞെടുപ്പിന്റെ ചെയർമാൻ ആയിരുന്ന ആളാണ് കഴിഞ്ഞ തവണ. അപ്പോൾ ഇത്തവണ ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മണ്ഡലത്തിൽ സതീശന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്, സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് വി ഡി സതീശൻ നേരിട്ട് പ്രചരണത്തിനിറങ്ങുന്നത്. 24 കൊച്ചി. അപ്പോൾ വിജയകുമാർ, നമ്മുടെ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ പ്രേക്ഷകർ തുടരുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകളുമായി. നേരത്തെ വടകരയുടെ കാര്യം പറഞ്ഞപ്പോൾ വിജയകുമാർ പറഞ്ഞ അതേ കാര്യം ശിവകുമാർ കെ പറയുന്നു. എന്ത് നിയോൺ ചിഹ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പ് വികസനത്തിൽ ഊന്നിയായിരിക്കുമെന്ന് ശിവകുമാർ ശരിവെക്കുന്നു. അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ ആവുകയും വേണം. അതെ. മൊബൈലുണ്ടോ കയ്യിൽ? മൊബൈലില്ല. നന്നായി. കാരണം ഒരു കമന്റ് ബോക്സിൽ കിടപ്പുണ്ട്. അവിടെ കിടന്നോട്ടെ. വായിക്കട്ടെ. എന്ന് വായിച്ചോ. പ്രവചന ഗുരുമിത്രൻ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ അത് ഗംഭീര കക്ഷിയാണ്. വിജ്ഞാപനമായ ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇപ്പൊ ഞാൻ അത് വായിക്കുന്നില്ല. അല്ല വിജയകും, അത് ബോഡി ഷേവിംഗ് ആവുന്നോ എനിക്ക് സംശയമുണ്ട്. അപ്പോ ഇങ്ങനെ പറയുന്നു, വിജയകുമാറിന്റെ തലയിലൊന്നുമില്ല എന്ന് തോന്നുന്നു. നമുക്കൊന്നും അങ്ങനെ ഒരു തോന്നില്ല കേട്ടോ. പക്ഷെ അയാൾ തിരുത്തുന്നു, ഞാൻ ഉദ്ദേശിച്ചത് മുടിയാണ് കേട്ടോ. നിങ്ങൾ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചെങ്കിൽ അതിന് ഞാൻ കാരണക്കാരനല്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രവചന ഗുരുമിത്രൻ എന്ന് പറയുന്ന പ്രേക്ഷകർ. പ്രവചന ഗുരുമിത്ര, നമസ്കാരം. അല്ലേ? അതെ.